എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മക്കളോട്, ഖുർആൻ അത്ഭുതമാണ്, ഇത് കേട്ടില്ല അറിഞ്ഞില്ല എന്ന് നാളെ പറയാൻ ഇടവരരുത്. ഇപ്പൊ ജർമ്മനിയിലും മറ്റൊക്കെ പോകാൻ വേണ്ടി കഷ്ടപ്പെട്ട് മാസങ്ങളെടുത്ത് നമ്മുടെ മക്കൾ ജർമ്മൻ ഭാഷ പഠിക്കുന്നുണ്ടല്ലോ. നമ്മളെ കൊണ്ടാകൂലേ? വേണമെന്ന് വിചാരിച്ചാൽ നടക്കും. ഇത് ജർമ്മനിയിലേക്ക് പോകാനുള്ളതല്ല, ഇത് സ്വർഗത്തിലേക്ക് പോകാനുള്ളതാണ്. ഇത് പഠിച്ചേ പറ്റൂ. ഇത് പഠിച്ചേ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയുള്ളൂ. ഒരു സംശയമില്ല. മക്കയിലെ വലിയ പോക്കിരിയാണ്, ബില്ലാളി വീരനാണ്. ആ ഉമറുൽ ഫാറൂഖിന്റെ മനസ്സിനെ ഇളക്കിയത്, പാറ പോലെ ഉറച്ച മനസ്സിനെ പൊട്ടിച്ചത് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളല്ലേ? മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട്, അബൂജഹലിന്റെ മകനായി നിന്നുകൊണ്ട് നിരന്തരമായി പ്രവാചകനും സഹാബത്തിനുമെതിരെ പടപൊരുതിയ ഇക്രിമ പിന്നീട് മുസ്ലിമായപ്പോ ഖുർആൻ എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു കഷ്ണം എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ അതിങ്ങനെ മുഖത്തോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇക്രിമ പൊട്ടി പൊട്ടി തേങ്ങി തേങ്ങി കരയും. എന്നിട്ട് ഇക്രിമ പറയും, ഹാദാ കിതാബു റബ്ബി ഹാദാ കലാമുല്ലാഹ്, ഇത് റബ്ബിന്റെ കലാമാണ്, എന്റെ റബ്ബിന്റെ കിതാബാണ് എന്ന് പറയുന്ന ഇക്രിമ നടന്നുപോയ സ്വർഗമില്ലേ, ആ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പല പേരുകളും വരും. ഏറ്റവും വലിയ സമ്പന്നൻ, പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, കുറേ പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരും. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യൻ ആരാണ്? ഏറ്റവും വലിയ പണക്കാരൻ ആരെന്നല്ല ഞാൻ ചോദിച്ചത്. നമ്മളൊക്കെ ഏറ്റവും പണക്കാരനെ കുറിച്ച് അവൻ ചിന്തിച്ചിട്ടുണ്ടാകും അല്ലേ? ഏറ്റവും വലിയ പണക്കാരൻ ആരാ? പണക്കാരൻ ആര് എന്നല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് സമ്പന്നനാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ ഗിന ഗിനൽ മാൽ. ഒരാളുടെ സമ്പന്നത അളക്കുന്നത് അയാളുടെ പണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. പണമുണ്ടാകാൻ പണം തെറ്റൊന്നുമല്ല, പണം ഹൈർ തന്നെയാണ്, അത് വേറെ വിഷയം. പക്ഷെ പണമുള്ളത് കൊണ്ട് ഒരാൾ സമ്പന്നനായിക്കൊള്ളുന്നില്ല. പണമല്ല ഒരാളുടെ സമ്പന്നതയുടെ മാനദണ്ഡം എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലൈസൽ ഗിന ഗിനൽ മാൽ. പിന്നെയോ വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. മനസ്സമാധാനമാണ് യഥാർത്ഥത്തിൽ സമ്പന്നതയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ആരാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ? ഉത്തരം പറയാൻ കഴിയില്ല. നാം ഓരോരുത്തരും ആകണം. എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയണം, ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് സ്വസ്ഥതയുണ്ട്, എനിക്ക് സമാധാനമുണ്ട്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വലിയ പണക്കാരനാണ്. പണം മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരിയാണ്. പക്ഷെ ഒരു സെക്കൻഡ് പോലും അയാൾക്ക് സമാധാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിനും സമാധാനമില്ല. പണവും സ്വാധീനവും അധികാരമെല്ലാം ഉണ്ട്. സാക്ഷാൽ ഫിരൗനും സമാധാനത്തോടു കൂടി ജീവിച്ചിട്ടില്ല. എല്ലാ അധികാരത്തിൻ്റെ ചെങ്കോലും കയ്യിലുണ്ടായിട്ടും ഫിരൗന് പോലും സമാധാനമുള്ള ജീവിതം ലഭിച്ചിട്ടില്ല. അബൂജഹലിന് ലഭിച്ചിട്ടില്ല. ഇവർക്ക് ആർക്കും കിട്ടാൻ പോണില്ല. കാരണം സമാധാനം എവിടെ നിന്ന് കിട്ടും? ഇപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ? ഇപ്പോൾ ഹുത്തുബക്ക് വന്നാലും ഒരു മനസ്സിന് സമാധാനം കിട്ടുന്ന എന്തെങ്കിലും കേൾക്കണേ എന്നൊരു തേട്ടമല്ലേ ഉണ്ടാകുക. മനസ്സല്ലേ നിറയേണ്ടത്. ആർക്കൊക്കെ പറയാൻ കഴിയും ഞാൻ ഹാപ്പിയാണ്, ഐ എം വെരി ഹാപ്പി, ഞാൻ ഹാപ്പിയാണ് എന്ന് പറയാൻ കഴിയുന്നവരാരൊക്കെ ഉണ്ട്? ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയോ ഇല്ലെന്നുള്ളതല്ല. ഒന്നാലോചിച്ച് നോക്ക്, നമ്മൾ സമ്പന്നരാണോ? നമ്മൾ ഹാപ്പിയാണോ? ശാരീരികം, പലർക്കും മാനസികം. നമുക്കറിയാം, ഒത്തിരി കേസുകൾ നമ്മുടെ മുന്നിൽ വരും. ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ മുന്നിൽ വരുന്നത് കൊണ്ട് ആളുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കറിയാം. എന്തെല്ലാം പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ. സാമ്പത്തിക പ്രശ്നങ്ങളൊന്ന്, വേറെ ചില ആളുകൾക്ക് ശാരീരിക പ്രശ്നങ്ങൾ, സുഖമില്ല, എന്നും അസ്വസ്ഥതയാണ്. വേറെ ചില ആളുകൾക്ക് മാനസിക പ്രശ്നങ്ങൾ. ഇങ്ങനെയൊക്കെ സമ്പത്ത് കൊണ്ടോ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ സന്താനങ്ങൾ കൊണ്ടോ ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഒട്ടും
ഒട്ടുമിക്ക ആളുകളും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പം എവിടുന്ന് കിട്ടും ഈ സമാധാനം? അതാണ് ചോദ്യം. സമാധാനം എവിടുന്ന് കിട്ടും? പടച്ചവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സമാധാനം കിട്ടുന്ന വഴി? സമാധാനം കിട്ടുന്ന വഴി പറഞ്ഞു തന്നാൽ ഉറപ്പായിട്ടും സമാധാനം ആഗ്രഹിക്കുന്ന ഒരാൾ അതിൻ്റെ പിന്നാലെ പോകൂലേ? ചില ആളുകളൊക്കെ വീട്ടിൽ വന്നിട്ട് ചില ബിസിനസ് പരിപാടി സംഗതികളൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ പൈസ കിട്ടുന്ന കാര്യമല്ലേ, ചാടി വീഴും. എത്രയും ആളുകളാണ് അങ്ങനെ കബളിപ്പിക്കപ്പെടുന്നത്. കാരണം ആളുകളുടെ ആ ആവശ്യത്തെ ചൂഷണം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് സമാധാനമാണ്. എവിടെ നിന്ന് കിട്ടും സമാധാനം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലാ അലാ എന്നൊരു പ്രയോഗമുണ്ട്. ഇപ്പം നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ അലോ എന്ന് പറയും. ഞാൻ ചിന്തിക്കാറുണ്ട്, അലോ എന്ത് അലോ? ശ്രദ്ധിക്ക്, ഞാനിവിടെ ഉണ്ട്, ഞാൻ ഓക്കെയാണ്, പറഞ്ഞോളൂ, അല്ലെങ്കിൽ നിങ്ങളവിടെ ഓക്കെ അല്ലേ എന്നൊക്കെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി പറയുന്നൊരു വാക്കാണല്ലോ ഹലോ. പരിശുദ്ധ ഖുർആനിൽ അലാ എന്നൊരു പ്രയോഗമുണ്ട്. അലാ വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കാൻ വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നിടത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ എന്നൊരു പ്രയോഗമുണ്ട്. അലാ ശ്രദ്ധിക്കണേ, അലാ റെഡിയല്ലേ, അലാ അറിയണേ, നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചോളണേ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എന്താ പറഞ്ഞത്? അലാ അറിയുക, ശ്രദ്ധിക്കുക. ബിദിക്രില്ലാഹി അല്ലാഹുവിൻ്റെ ദിക്ർ കൊണ്ട് തത്മഇന്നുൽ ഖുലൂബ് മനസ്സിന് സമാധാനം ലഭിക്കും. അള്ളാഹുവിൻ്റെ ഖുർആനാണ് ഈ പറയുന്നത്. അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് മനസ്സിന് സമാധാനം ലഭിക്കും. അപ്പം സമാധാനം എവിടെ നിന്ന് കിട്ടുക? പരിശുദ്ധ ഖുർആൻ പറയുന്നു അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് സമാധാനം ലഭിക്കുമെന്ന്. എന്താ അള്ളാഹിൻ്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റാണ്, സുബ്ഹാനല്ലാഹ് ദിക്റാണ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയുന്നത് മറ്റൊരു ദിക്റാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ദിക്റാണ്. ഇങ്ങനെ ദിക്റുകൾ ധാരാളമുണ്ട്, ധാരാളം ദിക്റുണ്ട്. ആ ദിക്ർ ഇങ്ങനെ കേവലം ഉരുവിടലല്ല, ഉരുവിട്ടാൽ അതിൻ്റെ പ്രതിഫലമുണ്ട്, അതിൻ്റെ പുണ്യമുണ്ട്, അതിൻ്റെ കൂലിയുണ്ട്, അതൊക്കെ ശരിയാണ്. എന്നാൽ ഖുർആൻ പറയുന്ന വേറെ ഒരു ദിക്റുണ്ട്. ഒരു ദിക്ർ നോക്ക്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. സത്യവിശ്വാസികളെ, വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ ജുമുഅക്കായി പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ ദിക്റിലേക്ക് വളരെ ഭക്തിയോട് കൂടി ചെല്ലണം. അതാണ് ദിക്ർ. അവിടെ ദിക്ർ എന്താ? ഖുതുബയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇടയ്ക്ക് ഞാൻ പറയാം. ഈ പള്ളിയിൽ ജുമുഅക്ക് വന്നാലേ ഒന്ന് ജുമുഅക്ക് നേരത്തെ വരണം, വൈകി വരാൻ പാടില്ല. എന്താണ് ഇങ്ങനെ ഒരു അലസത ഈ ഉമ്മത്ത് കാണിക്കുന്നത്? ജുമുഅ ഓരോരുത്തർക്കും നിർബന്ധമായിട്ടുള്ളതാണ്. ആ ജുമുഅ 2 പാർട്ടാണ്, ഖുതുബയും നിസ്കാരവും. രണ്ടും കിട്ടിയാലേ ജുമുഅ പൂർണ്ണമാവുകയുള്ളൂ. 1. 2, പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ജുമുഅ തുടങ്ങിയാൽ പിന്നെ നിസ്കാരമില്ല. ഏതോ ഒരു ഹദീസ് എന്തൊക്കെയോ വായിച്ചിട്ട് ആരൊക്കെയോ പറഞ്ഞ വഅലിൻ്റെ അടിസ്ഥാനത്തിലാണോ നിസ്കരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഖുതുബ നിർബന്ധമാണ്, ജുമുഅ നിസ്കാരം സുന്നത്താണ്. ശ്രദ്ധിക്കുക, നിസ്കരിക്കേണ്ടെന്നല്ല, നിസ്കാരം സുന്നത്താണ്, ജുമുഅ നിർബന്ധമാണ്, ഖുതുബ നിർബന്ധമാണ്. ഫർള് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സുന്നത്തിന് പ്രസക്തിയില്ല. ഫർള് ആരംഭിച്ചാൽ പിന്നെ സുന്നത്തിന് പ്രസക്തിയില്ല, നേരെ കയറി വരെ കുത്തിരിക്കുക. ഒന്നാമത്തെ അങ്ങനെ ചർച്ചയില്ല, കാരണം നേരത്തെ തന്നെ വരണം. ആരെങ്കിലും വളരെ അപൂർവമായിട്ട് അങ്ങനെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ, ഇനി ഇങ്ങനൊരു ഹദീസില്ലേ, ആ ഹദീസൊക്കെ കയ്യിലിട്ട് ആ അമ്മാനാട്ടമാടിയ ഉലമാക്കൾ പറയുന്ന വർത്താനം ഞാൻ ഈ പറയുന്നത്. നമ്മൊരു ഹദീസ് കാണുമ്പോഴേക്ക് ഇങ്ങനെയാണ് ഹദീസ്. അല്പജ്ഞാനി ആളെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് കേട്ടില്ലേ? അല്പജ്ഞാനി ആപത്തുണ്ടാക്കും, മുറിവൈദ്യൻ ആളെ കൊല്ലും. കുറച്ച് പഠിച്ചവനാ എല്ലാ ഫിത്തനയും ഉണ്ടാക്കുക. ആഴത്തിൽ പണ്ഡിതന്മാരെ ഫോളോ ചെയ്തവർക്ക് അങ്ങനെ ഒന്നും അബദ്ധം സംഭവിക്കില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ. അല്ലാഹു തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അവിടെ ദിക്റില്ല, ദിക്റില്ല, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഖുതുബ ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ റെഡിയാകണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. മറ്റൊന്ന്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, തീർച്ചയായും ഈ ദിക്ർ ഇറക്കിയത് നാമാണ്. അതേതാ ദിക്ർ? ഖുർആനാണ് ദിക്ർ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, ഈ ദിക്റിനെ ഇറക്കിയത് നാമാണ്. അവിടെ ഏതാ ദിക്ർ? ഖുർആനാണ്. ഖുർആനാകുന്ന ദിക്റിനെ ഇറക്കിയത് നാമാണ്. അപ്പൊ ഖുർആനാകുന്ന ദിക്റുമായി നമ്മൾ ബന്ധപ്പെടുകയാണെങ്കിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു നിങ്ങളുടെ മനസ്സുകൾക്ക് സമാധാനം കിട്ടും. അതെങ്ങനെ കിട്ടും? എനിക്കറിഞ്ഞുകൂടാ. കാരണം അങ്ങനെ ചോദ്യത്തിന് പ്രസക്തിയില്ല, പറഞ്ഞത് പടച്ചോനാണ്. മനസ്സിലെ ജാഹിലിയത്ത്, ദുൽമകള്, ഇരുട്ടുകള്, തിന്മകൾ വഴിമാറും പ്രകാശമാകുന്ന ഖുർആൻ അതിലേക്ക് സന്നിവേശിക്കുമ്പോൾ ഈ ദുൽമും ജാഹിലിയത്തൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ, അജ്ഞത ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ബേജാറാകുന്നത്, നമ്മൾ അസ്വസ്ഥരാകുന്നത്. എല്ലാ അസ്വസ്ഥതയും നീങ്ങും നമ്മൾ ഖുർആനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. പ്രിയമുള്ളവരെ, ഖുർആന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഖുർആനിനോട് നമുക്ക് 4 നിലക്കുള്ള ബാധ്യതയുണ്ട്. ശ്രദ്ധയോട് കൂടി കേൾക്കണം. 1 ഖിറാഅത്തുൽ ഖുർആൻ, 2 തിലാവത്തുൽ ഖുർആൻ, 3 തഫക്കുറുൽ ഖുർആൻ, 4 തദബ്ബുറുൽ ഖുർആൻ. ഈ 4 കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. 1 ഖിറാഅത്തുൽ ഖുർആനാണ്. ഖിറാഅത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ അക്ഷരം തെറ്റാതെ തജ്വീദ് നിയമമനുസരിച്ച് പാരായണം ചെയ്യലാണ്. അത് ഓരോ സാധാരണക്കാരനായ മുസ്ലിമിനും നിർബന്ധമാണ്. നാളെ ഞാൻ കേട്ടില്ല, ഞാൻ അറിഞ്ഞില്ല, എനിക്കതിൻ്റെ ഗൗരവം മനസ്സിലായില്ല, അല്ലെങ്കിൽ എൻ്റെ ഉപ്പയും ഉമ്മയും അതിനെക്കുറിച്ച് പറഞ്ഞു തന്നില്ല, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലോ എൻ്റെ മഹലിലോ അങ്ങനെ അത് പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു അവസരമുണ്ടായില്ല എന്ന് ഒരാൾക്കും പറയാൻ കഴിയാത്ത വിധം നമ്മൾ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖിറാഅത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്യുക, അതിന് തജ്വീദിന്റെ നിയമമനുസരിച്ച് അക്ഷരം തെറ്റാതെ ഓതുന്നതിനാണ് ഖിറാഅത്തുൽ ഖുർആൻ എന്ന് പറയുക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ പ്രഗത്ഭനായ സ്വഹാബിയാണ്. ആ സ്വഹാബി നബിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ, ആരെങ്കിലും ഓതിയാൽ, മൻ ഖറഅ, ആരെങ്കിലും പാരായണം ചെയ്താൽ, ഹർഫൻ, ഒരു ഹർഫ്, ഒരു അക്ഷരം പാരായണം ചെയ്താൽ, മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു അക്ഷരം ഒരാൾ ഓതിയാൽ, ഫലഹു ബിഹി ഹസന, അയാൾക്ക് ഒരു നന്മ രേഖപ്പെടുത്തും. വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ആ ഒരു നന്മയാകട്ടെ അയാളുടെ ഇഖ്ലാസും ആത്മാർത്ഥതയും അനുസരിച്ച് 10 ഇരട്ടിയായി മാറും. അപ്പൊ ഒരക്ഷരം ഒരാൾ ഓതിയാൽ, ഖുർആനിൽ നിന്ന് ഒരക്ഷരം ഓതിയാൽ 10 നന്മ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ അഖൂലു, ഞാൻ പറയുന്നില്ല, അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. അലിഫ് ലാം മീം ഒരു ഹർഫല്ല. അലിഫുൻ ഹർഫുൻ, അലിഫ് ഒരു ഹർഫാണ്. ലാമുൻ ഹർഫുൻ, ലാം രണ്ടാമത്തെ ഹർഫാണ്. വ മീമുൻ ഹർഫുൻ, മീം മൂന്നാമത്തെ ഹർഫാണെന്ന് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അലിഫ് ലാം മീം എന്ന് ഒരാൾ വായിച്ചാൽ, ഓതിയാൽ 3 ഹർഫ് ഉച്ചരിച്ചു. 3 ഹർഫ് 3 × 10 30 നന്മയാണ് അലിഫ് ലാം മീം എന്ന് ഒരാൾ ഓതിയാൽ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖുർആൻ നമ്മൾ ഓതണം. അപ്പൊ ഇതാണ് ഖിറാഅത്തുൽ ഖുർആൻ. ഇതെല്ലാവർക്കും കഴിയില്ലേ? എന്താ ഇംഗ്ലീഷ് പഠിക്കുന്നില്ലേ? ഹിന്ദി പഠിക്കുന്നില്ലേ? ഇപ്പൊ ജർമ്മനിയിലും മറ്റൊക്കെ പോകാൻ വേണ്ടി കഷ്ടപ്പെട്ട് മാസങ്ങളെടുത്ത് നമ്മുടെ മക്കൾ ജർമ്മൻ ഭാഷ പഠിക്കുന്നുണ്ടല്ലോ. നമ്മളെ കൊണ്ട് ആകൂലേ? വേണമെന്ന് വിചാരിച്ചാൽ നടക്കും. ഇത് ജർമ്മനിയിലേക്ക് പോകാനുള്ളതല്ല, ഇത് സ്വർഗത്തിലേക്ക് പോകാനുള്ളതാണ്. ഇത് പഠിച്ചേ പറ്റൂ. ഇത് പഠിച്ചേ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയുള്ളൂ. ഒരു സംശയമില്ല. ഏത്? ആദ്യത്തെ സ്റ്റെപ്പ് ഖിറാഅത്തുൽ ഖുർആൻ. അറ്റ്ലീസ്റ്റ് ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ അക്ഷരം തെറ്റാതെ തജ്വീദിന്റെ നിയമമനുസരിച്ച് ഓതി പഠിക്കൽ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്ന, പരലോകം കാക്ഷിക്കുന്ന, സ്വർഗം കൊതിക്കുന്ന ഓരോ മുസ്ലിമിനും, ഓരോ മുസ്ലിം സ്ത്രീക്കും നിർബന്ധമാണെന്ന് എൻ്റെ പ്രിയമുള്ള ഈ നാട്ടിലെ നല്ലവരായ മുസ്ലിം മനുഷ്യരെ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തേത് തിലാവത്തുൽ ഖുർആനാണ്. തിലാവത്തുൽ ഖുർആൻ അടുത്ത സ്റ്റെപ്പാണ്. തിലാവത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ആശയം മനസ്സിലാക്കണം. അല്ലദീന യത്ലൂന കിതാബല്ലാഹ് ഹഖ്ക തിലാവതി, അല്ലാഹുവിന്റെ കിതാബിനെ ശരിക്കും പാരായണം ചെയ്യുന്നവർ. പാരായണം എന്നാണ്. ഖിറാഅത്തിൽ നിന്ന് ഒരല്പം മുകളിലാണ് തിലാവത്ത്. തിലാവത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം മനസ്സിലാക്കി. തലായത്തുലു എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് തിലാവത്ത് ഉണ്ടായത്. തിലാവത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫോളോ ചെയ്യാന്ന, പിന്നാലെ പോകുന്ന. അപ്പൊ ഖുർആന്റെ അർത്ഥം പഠിച്ച് അതിൻ്റെ ആശയം മനസ്സിലാക്കി ആ ഖുർആൻ അനുസരിച്ച് ഒരാൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അയാൾ തിലാവത്തുൽ ഖുർആൻ നടത്തി. ജീവിക്കാത്ത ഒരാൾ
ഖുർആൻ അനുസരിച്ച് പാരായണം ചെയ്യാത്ത ഒരാൾ, അയാൾ ജന്മത്തിൽ എന്ത് ചെയ്തിട്ടില്ല? തിലാവത്തുൽ ഖുർആൻ ചെയ്തിട്ടില്ല. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് തിലാവത്തുൽ ഖുർആനാണ്. അതിനുള്ള സൗകര്യമുണ്ട്, നമുക്ക് പഠിക്കാം, സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഖുർആൻ പഠനത്തിന് ഞാൻ റെഡിയാണ് എന്ന് മനസ്സിൽ തീരുമാനിക്കണം. എന്നിട്ട് അള്ളാഹുവിൽ തവക്കുലാക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവേ, എന്റെ മുന്നിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാൻ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സുകളെ മാറ്റിമറിച്ച പരിശുദ്ധ ഖുർആൻ. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കയിലെ വലിയ പോക്കിരിയാണ്, ബില്ലാളി വീരനാണ്. ആ ഉമറുൽ ഫാറൂഖിന്റെ മനസ്സിനെ ഇളക്കിയത്, പാറ പോലെ ഉറച്ച മനസ്സിനെ പൊട്ടിച്ചത് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളല്ലേ? മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട്, അബൂജഹലിന്റെ മകനായി നിന്നുകൊണ്ട് നിരന്തരമായി പ്രവാചകനും സഹാബത്തിനും എതിരെ പടപൊരുതിയ ഇക്രിമ പിന്നീട് മുസ്ലിമായപ്പോ ഖുർആൻ എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു കഷ്ണം എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ അതിങ്ങനെ മുഖത്തോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇക്രിമ പൊട്ടി പൊട്ടി തേങ്ങി തേങ്ങി കരയും. എന്നിട്ട് ഇക്രിമ പറയും, ഹാദാ കിതാബു റബ്ബി ഹാദാ കലാമുല്ലാഹ്, ഇത് റബ്ബിന്റെ കലാമാണ്, എന്റെ റബ്ബിന്റെ കിതാബാണ് എന്ന് പറയുന്ന ഇക്രിമ നടന്നുപോയ സ്വർഗമില്ലേ, ആ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടാൻ തിലാവത്തുൽ ഖുർആൻ. നമ്മൾ ഖുർആൻ പഠിച്ചേ പറ്റൂ പ്രിയമുള്ളവരെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇപ്പൊ തിലാവത്തുൽ ഖുർആനാണ്, മറ്റു രണ്ടും ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അത് കുറച്ചും കൂടെ ഗ്രേഡ് കൂടിയതാണ്. തഫക്കുറുൽ ഖുർആനും തദബ്ബുറുൽ ഖുർആനും സാധാരണക്കാരുടെ പിടുത്തത്തിനപ്പുറമുള്ള ഒന്നാണ്. കാരണം ഖുർആൻ കൽ ബഹർ, ഒരു കടൽ പോലെയാണ്, മഹാസമുദ്രം പോലെയാണ്. മുമ്പൊരിക്കലോ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ വലിയ ഒരു കടൽ. കടലൊന്ന് മനസ്സിൽ കാണൂ. ഒരു നിമിഷം കടപ്പുറത്തേക്ക് വരൂ എല്ലാവരും. കടലിന്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതാ കടലിൽ ചില ആളുകൾ തിര ചവിട്ടി കളിക്കുന്നു, ചില ആളുകൾ കുറച്ചൊക്കെ നീന്തുന്നു, ചില ആളുകൾ വഞ്ചിയിൽ പോകുന്നു, പിന്നെയും പ്രാപ്തിയുള്ളവർ വള്ളത്തിൽ പോകുന്നു, അതിൻ്റെ അപ്പുറമുള്ളവർ ബോട്ടിൽ പോകുന്നു, അതിനപ്പുറമുള്ളവർ കപ്പലിൽ പോകുന്നു, അതിനും അപ്പുറമുള്ളവർ ആ കപ്പലിൽ നിന്ന് ചാടി കടലിന്റെ ആഴങ്ങളിൽ ഊളിയിട്ട് അതിൻ്റെ അടിത്തട്ടിലുള്ള മുത്തും പവിടവും പെറുക്കിയെടുക്കുന്നത് പോലെ ഖുർആൻ ഒരു സമുദ്രമാണ്, മഹാസമുദ്രമാണ്, ആഴക്കടലാണ്. അത്ഭുതപ്പെടും ഖുർആൻ പഠിച്ചാൽ, അത്ഭുതമാണ്. അഷ്റഫുൽ ഹൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയപ്പോൾ മസലുഹും കമസലിൽ ലദി ഇസ്തൗഖദ നാറാ ഫലമ്മാ അളാഅത് മാ ഹൗലഹു ദഹബല്ലാഹു ബിനൂരിഹിം വതറകഹും ഫീ ളുലുമാതിൽ ലാ യുബ്സിറൂൻ. വളരെ കേട്ട് പരിചയമുള്ള ആയത്തല്ലേ? സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിലല്ലേ? മസലുഹും അവരുടെ സത്യനിഷേധികളെ കുറിച്ച് പറഞ്ഞതാണ്, കപട വിശ്വാസികളെ കുറിച്ച് പറഞ്ഞതാണ്. മസലുഹും അവർ ആരെപ്പോലെ എന്നറിയോ? കമസലിൽ ലദി ഇസ്തൗഖദ നാറാ, അവരുടെ മുന്നിൽ ഒരു മഹാമനുഷ്യൻ ഇതാ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു. ഒരാൾ വിളക്ക് കത്തിക്കുക, ആ വിളക്കാകുന്ന ഖുർആൻ, ഖുർആനിന്റെ വെളിച്ചം പ്രവാചക തിരുമേനി പ്രകാശിപ്പിക്കുന്നു. ഫലമ്മാ അളഅത്, അതിന്റെ പ്രസരണം അവരുടെ ചുറ്റുഭാഗത്തും വ്യാപിച്ചപ്പോൾ ദഹബല്ലാഹു ബിനൂരിഹിം, അല്ലാഹു തആല ഇവരിൽ നിന്ന് ആ പ്രകാശം എടുത്തു കളഞ്ഞു. നിഷേധികൾക്കും കപട വിശ്വാസികൾക്കും ഖുർആൻ പരത്തിയ വെളിച്ചം കിട്ടിയില്ല. വതറകഹും ഫീ ളുലുമാത്, അവരെ അല്ലാഹു തആല കൂരിരുട്ടിൽ തള്ളിയിട്ടു. അവരന്ധകാരത്തിലാണ്. അവർ പിന്നെ ലിബറലിസത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും ബൗദ്ധിക ചിന്താഗതികളുടെയും പിന്നാലെയാണ്, ജാഹിലിയത്തിലാണ്, ഇരുട്ടിലാണ്. അവർക്കൊന്നും കാണാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ, അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ കത്തിക്കുക, ഇസ്ലാം പ്രചരിപ്പിക്കുക, ഖുർആൻ കേൾപ്പിക്കുക, എന്നിട്ടും റസൂലിന്റെ തൊട്ടടുത്തുണ്ടായിട്ട് പോലും ആ ഖുർആനിന്റെ വെളിച്ചം കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത എത്രയോ നിർഭാഗ്യവാന്മാരാണ്. അവരെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത് മസലുഹും കമസലിൽ ലദി ഇസ്തൗഖദ നാറ. അതിനുശേഷം വളരെ മനോഹരമായ ഉദാഹരണം പിന്നെയും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹു റസൂലിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, അല്ലദീ യഖറഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഖുർആൻ ഓതുന്ന രണ്ട് വിഭാഗം ആളുകൾ. അല്ലദീ യഖറഉൽ ഖുർആൻ, ഒരുത്തൻ ഖുർആൻ ഓതുന്നു, വഹുവ മാഹിറും ബി, അവൻ ആ ഖുർആനിൽ നിപുണനാണ്, ആഴത്തിൽ പഠിച്ചവനാണ്, ഖുർആൻ നന്നായി ഓതാൻ അറിയാം, അതിന്റെ അർത്ഥം അറിയാം. ആ മനുഷ്യർ മഅ സഫറത്തിൽ കിറാമിൽ ബററ, അവരുടെ സ്ഥാനം
വലിയ ഉന്നതരായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമുള്ള വലിയ ഉന്നതരായ മലക്കുകളുടെ സ്ഥാനത്താണ് അവർ. ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ പാരായണം ചെയ്യുന്ന ആളുകൾ, ഇതാണ് ഒരു കൂട്ടര്. സാധാരണക്കാരെ കൊണ്ട് കഴിയില്ല. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെയും പറഞ്ഞു, വല്ലദീ യഖറഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന മറ്റൊരു കൂട്ടരുണ്ട്, വയതതഅതഉ ഫീഹി, അവരിങ്ങനെ തപ്പിത്തടഞ്ഞാണ് ഓതുക. ഓതാൻ അറിയില്ല, എന്നാൽ അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. തപ്പിയും തടഞ്ഞും ഖുർആൻ ഓതുന്നു. വഹുവ ശാഖുൻ അലൈഹി, അവർക്ക് വലിയ റിസ്ക്കാണ്. അത്രയും പ്രയാസപ്പെട്ടുകൊണ്ട് ഖുർആൻ ക്ലാസ്സിലേക്ക് ഓടി വന്ന് ഖുർആൻ വളരെ പ്രയാസപ്പെട്ട് ഓതുന്ന മനുഷ്യന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലഹു അജ്റാനി, അവന് 2 പ്രതിഫലം നൽകും. അവൻ അറിയില്ലല്ലോ, അറിയാഞ്ഞിട്ട് പോലും അവൻ തയ്യാറാകുന്നില്ലേ, അവന് ഇരട്ടി പ്രതിഫലം നൽകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഖുർആൻ പഠിക്കണം. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുക, നിങ്ങൾ ഖുർആൻ ഓതുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ, ആ ഖുർആൻ തീർച്ചയായും അന്ത്യനാളിൽ വരും. ശഫീഅൻ ലി അസ്ഹാബി, അതിൻ്റെ ആൾക്ക് ശുപാർശ ചെയ്യാനായിട്ട് വരും. അപ്പോൾ സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും രാത്രിയിൽ പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് ഖബറിൽ ശുപാർശകനായി ആ സൂറത്തുൽ മുൽക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, ആ മുൽക്ക് സൂറത്ത് എല്ലാ ദിവസവും രാത്രിയിൽ പാരായണം ചെയ്യാൻ ഒരാൾക്ക് തൗഫീഖ് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? സമയം കിട്ടിയിട്ട് സൗകര്യമുണ്ടായിട്ട് ഒരു 2 മിനിറ്റ് സമയം വേണ്ടു, 2 മിനിറ്റ്. ഒരു ദിവസം എത്ര നേരം നമ്മൾ മൊബൈൽ നോക്കും, എത്ര നേരം നമ്മൾ റീൽസ് കാണും, എന്തെല്ലാം വീഡിയോ കാണും, ഒന്നിനും സമയമില്ല. എന്നാൽ ഒരു 50 തവണയെങ്കിലും മൊബൈൽ തോണ്ടാൻ നമ്മുടെ കയ്യിൽ സമയമുണ്ട്. എല്ലാ ദിവസവും രാത്രിയിൽ ഇശായിന് ശേഷമോ മഗ്രിബിന് ശേഷമോ രാത്രിയിൽ ഒരാൾ മുൽക്ക് സൂറത്ത് പാരായണം ചെയ്താൽ, ആ മുൽക്ക് സൂറത്ത് അയാളെ ഖബറിൽ അടക്കപ്പെട്ടാൽ മുൽക്ക് സൂറത്ത് മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്നും അയാൾക്ക് ഷഫീഅ ശുപാർശകനായി വരുമെന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പല ആളുകൾക്ക് അതിന് തൗഫീഖ് ഇല്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ഖുർആൻ എന്ത് ചെയ്യണം? നമ്മൾ ഖുർആൻ ഓതണം. ഖുർആൻ പറഞ്ഞു, ഇന്നഹാ തദ്കിറ, സൂറത്തു അബസ. ഈ ആയത്തിറങ്ങാൻ ഒരു മനോഹരമായ പശ്ചാത്തലമുണ്ട്, പിന്നെ പഠിക്കാം. കല്ല ഇന്നഹാ തദ്കിറ, കല്ല വിടരുതിട്ടോ, കല്ല ഉപേക്ഷിക്കരുതിട്ടോ, കല്ല അവഗണിക്കരുതിട്ടോ. ഈ വാക്ക് ഇന്നഹാ തദ്കിറ, ഈ ഖുർആനിന്റെ വചനങ്ങൾ അതൊരു ഉത്ബോധനമാണ്. അള്ളാഹുലേക്ക് ഒരു ചാണ്ടെടുത്താൽ അള്ളാഹു ഒരു മുഴമെടുക്കും. നമ്മൾ തയ്യാറായ മതി. അള്ളാഹിനോട് ഐ ആം സോറി, പടച്ചോൻ എന്നോട് ക്ഷമിക്ക്, ഞാൻ നിന്റെ അടിമയല്ലേ, നീ എൻ്റെ റബ്ബല്ലേ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു. ഒരു സോറി പറഞ്ഞാൽ അള്ളാഹുവിന് അത്രമേൽ ഇഷ്ടമാണെന്ന് അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ബോധമുണ്ടാക്കാൻ കല്ല ഇന്നഹാ തദ്കിറ, ഖുർആൻ ഒരു ഉത്ബോധനമാണ്. ഫമൻ ശാഅ ദക്കറ, അതുകൊണ്ട് ആ ഉത്ബോധനം ലഭിക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ഖുർആൻ ഓർത്തുകൊള്ളട്ടെ. ഫീ സുഹുഫിൻ മുകറമ, ആ ഖുർആൻ അങ്ങേയറ്റത്തെ ആദരണീയമായ ചില ഏടുകളിലാണ്. ഖുർആനിന്റെ ഏടുകൾ പോലും ആദരണീയമാണ്. ഒന്നുമില്ലാതെ തൊടാൻ പാടില്ല. ചില ആളുകൾ എത്ര നിസ്സാരമായിട്ടാണ് ഖുർആനൊക്കെ ഇങ്ങനെ കക്ഷത്തിൽ വെക്കുക, അല്ലെങ്കിൽ കുട്ടികൾ മദ്രസയിൽ പോകുമ്പോൾ ഖുർആൻ ഇങ്ങനെ പിടിക്കുക, മറ്റു പുസ്തകങ്ങൾ പിടിക്കുന്ന പോലെ ഇങ്ങനെ ആട്ടിക്കൊണ്ട് പോകുക, ഖുർആൻ നിലത്ത് വെക്കുക, നമ്മൾ ഇരിക്കുന്ന അതേ ലെവലിൽ പരിശുദ്ധ ഖുർആൻ വെക്കുക. ഇതൊരു വിവരക്കേടാണ് ചില ആളുകൾ കാണിക്കുന്നത്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, പരിശുദ്ധരായ ആളുകൾക്ക് അല്ലാതെ ഖുർആൻ തൊടാൻ കഴിയില്ല, തൊടാൻ പാടില്ല. ഫീ സുഹുഫിൻ മുകറമ, ഖുർആനിന്റെ ഏടുകൾ അങ്ങേയറ്റം ആദരണീയമാണ്. മർഫൂഅത്തിൻ മുതഹ്ഹറ, അത് ഉന്നത സ്ഥാനത്തുള്ള ഖുർആനാണ്. മുതഹ്ഹറ, അങ്ങേയറ്റം പരിശുദ്ധമാണ്. എടുക്കൂ സഹോദരങ്ങളെ ഖുർആൻ. ആ ഖുർആൻ ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് ഒന്ന് പൊട്ടിക്കരയി പടച്ചവനോട് പറയാം, അല്ലാഹുവേ ഞാൻ അറിഞ്ഞില്ലല്ലേ ഖുർആൻ അത്ഭുതങ്ങൾ നമുക്ക് പിന്നെ സംസാരിക്കാം. എന്താ അത്ഭുതമാണെന്നറിയ ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമാണോ? ഒരിക്കലും അല്ല. എന്നാൽ എമ്പാടും ശാസ്ത്രം ഖുർആനിലുണ്ട്. ഖുർആൻ ഒരു പരലോകത്തെ കുറിച്ച് പറയുന്ന ഗ്രന്ഥമാണോ? അല്ല.
എന്നാൽ എമ്പാടും പരലോക സംബന്ധിയായ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഒരു ഭൗതിക ഗ്രന്ഥമാണോ? അല്ല. എന്നാൽ ദുനിയാവിൻ്റെ ധാരാളം വിഷയങ്ങൾ ഖുർആനിലുണ്ട്. ഖുർആൻ ഒരു പക്ഷിശാസ്ത്രം പറയുന്ന ഗ്രന്ഥമാണോ? അല്ല. പക്ഷികളെ കുറിച്ച് വളരെ മനോഹരമായി എന്നാൽ ഖുർആനിലുണ്ട്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എല്ലാമുണ്ട് ഖുർആനിൽ. എല്ലാ കാര്യങ്ങളുണ്ട്. ആകാശത്തിന് ഈ ഭൂമിക്ക് മുകളിലുള്ള അല്ല, ഭൂമിക്ക് ചുവട്ടിലുമുള്ള ആകാശത്തിന് മീതെയുമുള്ള സകല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ഗ്രന്ഥമാണ് ഇത്. വെറുതെ പ്രസംഗത്തിന്റെ ആവേശത്തിന്റെ പുറത്ത് പറയല്ല, തെളിയിക്കാം. എമ്പാടും തെളിവുകൾ, എന്തെല്ലാം കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ അത്രയും മനോഹരമാണ്. ഫീ സുഹഫി മുകറമ മർഫുഅത്തിൻ മുതഹറ ബിഐദി സഫറ, ദൂതന്മാരുടെ കരങ്ങളിലാണ്. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ എന്ന മലക്കാണ് റസൂലിന് ഖുർആൻ ഇറക്കി കൊടുത്തത്. കിറാമിൻ ബററ, മാന്യന്മാരായ അങ്ങേയറ്റം പുണ്യവാന്മാരായ മലക്കുകളാണ് ഈ ഖുർആൻ കൊണ്ടുവന്നത്. എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഖുത്തിലൽ ഇൻസാനു മാ അക്ഫറ. എന്നിട്ടും ഇതൊന്നും മനസ്സിലാക്കാതെ എത്ര നന്ദികേടാണ് മനുഷ്യൻ ചെയ്യുന്നത്. ഖുത്തിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ഷൈഇൻ ഖലക മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسر ثم أماته فأكبر ثم إذا شاء أنشر كلا لما يقض ما أمره. ചെറിയ സൂറത്താണ്, പക്ഷെ എന്നും മനോഹരം എന്നറിയോ? എത്ര മനോഹര. ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തആമി, മനുഷ്യനവന്റെ ഭക്ഷണത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി, അത് പ്രചോദനമാകും ഖുർആൻ പഠിക്കാൻ. ഭക്ഷണം, വെള്ളത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതൊരു ചോദ്യമുണ്ട് ഖുർആനിൽ. സൂറത്ത് അൽ വാഖിഅ, നിങ്ങൾ കുടിക്കുന്നില്ലേ പാനം ചെയ്യുന്ന വെള്ളം, ആ വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാറുണ്ടോ, ചിന്തിക്കാറുണ്ടോ? അൻസൽതുമൂഹും മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, മേഘക്കീറുകളിൽ നിന്ന് ആ വെള്ളത്തെ ഇറക്കിയത് നാമാണോ നിങ്ങളാണോ? വല്ലാത്തൊരു ചോദ്യമാണ്, അത് മറ്റൊരു വിഷയമാണ്. ഇങ്ങനെ ഖുർആനിൻ്റെ മനസ്സിൽ തട്ടുന്ന കുറേ ചോദ്യങ്ങൾ. അത്ഭുതമാണ് ഖുർആൻ, മഹാത്ഭുതം. ഈ ഖുർആനിൽ ആകൃഷ്ടരായിട്ട് മുഹമ്മദ് പിക്താൾ അമുസ്ലിമായിരുന്നു. അദ്ദേഹം ഖുർആൻ വായിച്ചു, ഖുർആനിൽ ആകൃഷ്ടനായത് മാത്രമല്ല, ലോകത്ത് ആദ്യമായി ഖുർആനിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എഴുതിയത് മുഹമ്മദ് പിക്താളാണ്. കാറ്റ് സ്റ്റീവൻസ് കേട്ടിട്ടില്ലേ? യൂസുഫുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ച ബ്രിട്ടനിലെ പോപ്പ് ഗായകനായിരുന്നു കാറ്റ് സ്റ്റീവൻസ്. ഇന്നും അദ്ദേഹം ഖുർആൻ സംഗീതാത്മകമായി ഖുർആനിന്റെ വരികളെ ലോകത്തിന് മുന്നിൽ പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഗൂഗിളിൽ കയറി നോക്ക്, കാറ്റ് സ്റ്റീവൻസ്. ഒരു കാലത്തെ ലോകത്തെ വിറപ്പിച്ച പോപ്പ് ഗായകൻ. ഇന്നും അദ്ദേഹത്തിന്റെ പാട്ടുകൾ മനോഹരമാണ്. ഖുർആനിന്റെ പ്രചാരകനായി ഇന്നും ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് കാറ്റ് സ്റ്റീവൻസ്. ലോറൻ ബൂത്തിനെ അറിയില്ല. ഇങ്ങനെ എത്രയോ വ്യക്തികൾ. നമ്മൾ ഈ പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ നമുക്കിപ്പോഴും മുസ്ലിം കുടുംബത്തിൽ, മുസ്ലിം മഹല്ലിൽ, മുസ്ലിം നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകളായതുകൊണ്ട് ഒരു വിലയും കാണുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ഖുർആൻ പഠിക്കാനുള്ള വലിയ അവസരം മഹലിൻ്റെ കീഴിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. അത് ഈ മഹലിൽ അംഗമുള്ള ആളുകൾ അങ്ങനെയൊന്നുമല്ല. ഇത് കേൾക്കുന്ന ആർക്കും ഖുർആൻ പഠിക്കാൻ തയ്യാറാകാം. അള്ളാഹു നമുക്ക് ഖുർആൻ പഠിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ നമ്മൾ ഖുർആൻ പഠിപ്പിക്കണം. അല്ല, മക്കളെ എല്ലാ കോഴ്സിനും, ഡിഗ്രിക്കും, ഡിപ്ലോമയും, PG സംഗതിയും ഒക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നല്ല കാര്യമല്ലേ? എന്നാൽ അള്ളാഹ് പറഞ്ഞ ഖുർആൻ പഠിപ്പിച്ചോ? കു അൻഫുസക്കും വഅഹ്ലീക്കും നാറ. ഖുർആൻ പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തോളണം. ഈ ആയത്തിന് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ തഫ്സീർ എന്താ അറിയോ? അല്ലിമൂഹും വഅദ്ദിബൂഹും, നിങ്ങൾ മക്കളെ ഖുർആൻ പഠിപ്പിക്കണം. മക്കളെ മാത്രമല്ല, നിങ്ങളെ ഭാര്യമാരെ. ഇത് ഖുർആന്റെ കൽപ്പനയാണ്. അല്ലിമൂഹും, നിങ്ങൾ അവരെ ഖുർആൻ പഠിപ്പിക്കണം. വഅദ്ദിബൂഹും, നിങ്ങൾ അവരെ സംസ്കാരവും പഠിപ്പിക്കണം. ഇപ്പൊ എന്താ കുട്ടികൾക്ക് എന്ത് സംസ്കാരമുള്ളത്? നമ്മുടെ മദ്രസകളിൽ നിന്ന്, നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന്. മദ്രസയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ഏതോ ചില മിനിറ്റുകൾ മാത്രമാണ് മദ്രസയിൽ കുട്ടികൾ ചെലവഴിക്കുന്നത്. നമ്മുടെ വീട്ടിലെ മക്കളല്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ പുറത്തിറങ്ങുമ്പോൾ തലയിൽ തട്ടടില്ല? തലയിൽ തട്ടടാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർക്ക് ഈമാൻ ഉണ്ടാകണം. ഈമാൻ അത് വാപ്പയും ഉമ്മയും പകർന്നു കൊടുക്കണം. ഖുർആൻ പഠിപ്പിച്ചോ മക്കളെ? ആർക്കൊക്കെ പറയാൻ പറ്റും? എൻ്റെ കുട്ടി, ഞാനൊരു രക്ഷിതാവിനെ ഇപ്പോഴും ഓർക്കുകയാണ്. ഖുർആൻ ഇനി ക്ലാസ്സിൽ നിനക്ക് തുടരാൻ കഴിയില്ലെങ്കിൽ, ഒന്നൊരു മകള് പറഞ്ഞപ്പോൾ, ഡിഗ്രിക്ക് പഠിക്കുന്നൊരു മകള് പറഞ്ഞു, ആയിക്കോട്ടെ മോളെ, നിന്റെ ഡിഗ്രിയും ഇന്നത്തോടെ അവസാനിപ്പിച്ചോ, വാപ്പാക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞൊരു വാപ്പുണ്ട്.
അതിന് പഠിക്കണോ? ഇത് നിർബന്ധമായും പഠിക്കണം, പഠിച്ചേ പറ്റൂ. ഖുർആൻ പഠിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മക്കളോട്, ഖുർആൻ അത്ഭുതമാണ്. ഇത് കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് നാളെ പറയാൻ ഇടവരരുത്. ഖുർആൻ പഠിക്കാൻ നമുക്ക് വലിയ ഒരു അവസരം നമ്മൾ ഒരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ജുമുഅ കഴിഞ്ഞ് പോകുമ്പോൾ കഴിയുന്ന ആളുകൾ എന്ന് പറയുന്നത് എല്ലാവരും പേര് തരണം. ഞാനുണ്ട് പഠിക്കാൻ, എനിക്ക് ഖുർആൻ ഓതണം. അപ്പോൾ ഒരു സംശയം വരും, ഉസ്താദ് എനിക്കൊന്നും അറിയില്ല, എനിക്ക് വായിക്കാൻ പോലും അറിയില്ല, എനിക്ക് അക്ഷരങ്ങൾ പോലും അറിയില്ല. ഞാൻ ഗ്യാരണ്ടി അലല്ലാഹ് തവക്കൽ. ഒരാളും പേടിക്കണ്ട, ഒരാളും ഭയപ്പെടണ്ട. ആ പേടി അങ്ങോട്ട് മാറ്റി വെക്കുക. നമുക്ക് പഠിക്കാം, നമുക്ക് അക്ഷരങ്ങൾ പഠിക്കാം, നമുക്ക് ഖുർആൻ ഓതാം, നമുക്ക് ഖുർആനിന്റെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കാം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതിനുള്ള ആഫിയത്ത്, അതിനുള്ള സമയം, അതിനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.